പ്രൈസ് ദി ലോർഡ്. സത്യം പറഞ്ഞാൽ ഞാൻ സാക്ഷ്യം എഴുതിയിടാൻ വന്ന ഒരാളാണ്. പക്ഷേ ആദ്യമായിട്ടാണ് ഒരു സ്റ്റേജിൽ കയറിയ സാക്ഷ്യം പറയുന്നത്. ഒത്തിരി അനുഭവങ്ങൾ, പ്രത്യേകിച്ച് ആദ്യത്തെ മോൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ. എൻ്റെ പേര് മരിയറ്റ്. ഞാനിവിടെ സ്റ്റോക്ക് ഓൺ റെൻറ്റിലാണ്. നാട്ടിൽ സ്ഥലം തൊടുപുഴ. ആദ്യമായിട്ട് പറയാനുള്ളത്, ഇവിടെ വന്ന് ഒരു 5 വർഷം, ഞാൻ 2020 UK മൂവ് ചെയ്യുന്നത്. അപ്പോൾ തൊട്ട് നേഴ്സിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഒന്നിനു പുറകെ ഒന്നെന്ന് തടസ്സങ്ങളായിരുന്നു. പക്ഷേ 2024 മുതൽ അത് ചെയ്യാൻ പറ്റി. CBT സ്കീം പാസ്സായി കഴിഞ്ഞപ്പോൾ ട്രസ്റ്റിൽ നിന്ന് മാനേജർ പറഞ്ഞു OET പൾസും കൂടി ഉണ്ടെങ്കിലേ സൈൻ തരുള്ളൂ എന്ന്. അപ്പോൾ അതെങ്ങനെ പഠിക്കണം എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ കുറച്ച് കോഴ്സുകൾ ഇങ്ങനെ കമ്പ്യൂട്ടറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക മാത്രമാണ്. പക്ഷേ അതിൻ്റെ ആൻസർ ഒന്നും നമുക്ക് കാണത്തില്ല, ശരിയാണോ തെറ്റാണോ എന്നൊന്നും. ഞാൻ എത്ര പ്രാവശ്യം വീട്ടിൽ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് Bക്ക് മുകളിലൊരു സ്കോർ കിട്ടിയിട്ടില്ലായിരുന്നു. എക്സാമിന് കയറാൻ പോകുന്നതിന് മുമ്പ് ആരോ എന്നെ പ്രേരിപ്പിച്ചു, ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയേക്കാം എന്ന് പറയണം എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായി. ആദ്യത്തെ പ്രാവശ്യം തന്നെ C ഗ്രേഡ് നൽകി ഞാൻ പാസ്സായി. ഫെബ്രുവരിയിൽ എനിക്ക് പിൻ നമ്പറും കിട്ടി. നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ നന്നായിട്ട് കരങ്ങളടിച്ച് ദൈവത്തിന് മാത്രം. അതുപോലെ തന്നെ ഇപ്പം ഞാൻ അച്ഛൻ്റെ ഒരു ബ്ലെസ്സിങ് ആയിട്ടപ്പം എനിക്ക് എൻ്റെ മനസ്സിലായിട്ട്, ഞാനത് അട്ടപ്പാടിയിലും കുറവിലങ്ങാടും ഇവിടെ എഴുതിയിട്ട് ഒരു സാക്ഷ്യമാണ്. പക്ഷെ എന്നെ പറയാൻ പ്രേരിപ്പിച്ചതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ പറയുന്നു. എൻ്റെ മോനുണ്ടായി, അവനൊരു 5 വയസ്സ് വരെ എന്നു വേണേലും ഫിറ്റ്സ് വരാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പേടിച്ചിരുന്നൊരവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും ഒരു കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോയി. ഇവിടെ വന്ന് ഒരു 10 വയസ്സാകുന്നതിന് മുമ്പ് ഇങ്ങോട്ട് മാറിയതിൻ്റെ ടെൻഷനും അവൻ്റെ ഒരു ലാംഗ്വേജിൻ്റെ പ്രോബ്ലം എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല. അവനിവിടെ വന്ന ഒരു പ്രാവശ്യം അങ്ങനെ ഉണ്ടായി. ഞങ്ങളാരും പ്രതീക്ഷിക്കാത്തൊരു സമയത്തും ഒരിക്കലും നമ്മൾ പ്രിപ്പയർഡും അല്ലായിരുന്നു. പിന്നെ അവന് മെഡിസിനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ കയ്യിൽ എമർജൻസി മെഡിസിനൊക്കെ അവർ തരാൻ തുടങ്ങി. ഒരു 8 മാസം കഴിഞ്ഞപ്പോൾ എന്നിലെന്തോ ഒരു തോന്നൽ. എൻ്റെ കയ്യിൽ എപ്പോഴും രോഗികളുടെ നാഥൻ്റെ ബുക്ക് അവനുണ്ടായപ്പോൾ തൊട്ടുണ്ട്. പക്ഷേ അതെപ്പോഴും എൻ്റെ തലമുറയുടെ അടിയിലോ എൻ്റെ പ്രെയർ ബുക്കുകളുടെ ഇടയിലോ ആയിരുന്നു. എന്നിലെങ്ങനെ തോന്നിപ്പിച്ചു ആ എമർജൻസി മെഡിസിൻ്റെ കൂടെ ആ രോഗികളുടെ നാഥൻ്റെ ബുക്ക് വെക്കാനായിട്ട്. എന്ന് ഞാൻ ആ ബുക്ക് അതിൻ്റെ ഒപ്പം വെച്ചോ, ഇന്ന് വരെ എനിക്ക് ആ മെഡിസിൻ എടുക്കേണ്ട വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ആ പുസ്തകം, രോഗികളുടെ നാഥൻ. ഞാനിത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. വട്ടായിൽസിന് 98 ശുശ്രൂഷകൾ ആരംഭിച്ചതിന് ശേഷം ആദ്യം കർത്താവ് നൽകിയ ഒരു പ്രസിദ്ധീകരണമാണ്, അച്ഛനിലൂടെ നൽകിയ, ലോകത്തിന് നൽകിയ ഒരു പ്രാർത്ഥനാ പുസ്തകമാണ് രോഗികളുടെ നാഥൻ. അനേക ലക്ഷക്കണക്കിന് ആളുകൾ ഈശോയുടെ സൗഖ്യം ലഭിക്കുന്നതിനായിട്ട് ഇത് കാരണമായിട്ട് 2 കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്ത കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. നന്നായി കരങ്ങളടിച്ച്